കർക്കിടകം പൊതുവെ ആരോഗ്യ പരിപാലനത്തിന് ചേർന്ന മാസമാണ്. ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഋതുവാണ് കേരളത്തിലെ മഴക്കാലം എന്ന് പറയുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം പകുതി വരെയുള്ള കാലം മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ബലപ്പെടുത്തുന്നതിന് ഏറ്റവും ഉചിതമായ മാസമാണിത്. പണ്ട് കാലത്ത് തിരിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തെ പഞ്ഞമാസമായാണ് കരുതിയിരുന്നത്. ഇക്കാലം അത്രയും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റും തീർന്നിട്ടുണ്ടാകും. അന്നന്നത്തെ അന്നത്തിന് തൊടിയിലെ വിവിധങ്ങളായ ഇലകളെ ആശ്രയിച്ചു തുടങ്ങിയത് അങ്ങനെയാവും. കർക്കിടകത്തിലെ കരുത്ത് 10 ഇലയായിരുന്നു. ആദ്യം മത്തന്റെ ഇല. മത്തന്റെ ഇലക്കറി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ധാതുക്കള്, വൈറ്റമിൻസ് എല്ലാം ധാരാളമായിട്ടുണ്ട്. ചീര. ഇലയിനങ്ങളിൽ ഏറ്റവും അധികം ഔഷധ ഗുണമുള്ളത് ചീരയ്ക്കാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടർ പറയുന്നതാണ് ഇലക്കറികളൊക്കെ കഴിക്കണം, ചീര, മുരിങ്ങയുടെ ഇലയൊക്കെ കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുമ്പ് ധാരാളമായിട്ടുള്ളതിനാൽ തന്നെ വിളർച്ചയ്ക്കും ചീര നല്ലതാണ്. അടുത്തതായി ചേനയില. നാരുകൾ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ചൊറിയണത്തിന്റെ ഇല അഥവാ കൊടുത്തുവ എന്ന് പറയും നമ്മൾ. ഇത് തോരനായിട്ട് നമ്മൾ വെച്ച് കഴിക്കും. 10 ഇലക്കറികളിലും കൂട്ടി കഴിക്കാറുണ്ട്. തളിരിലയാണ് ഇതിന്റെ ഉപയോഗിക്കാറ്. പയറിന്റെ ഇല ദഹനശക്തിയും ശരീരശക്തിയും വർദ്ധിപ്പിക്കുന്നു. ശരീരതാപം ക്രമീകരിക്കുവാനും നേത്രരോഗം, കരൾ വീക്കം എന്നിവയ്ക്കും പ്രയോജനകരമാണ്. മാംസ്യം, ധാതുക്കൾ, വൈറ്റമിൻസ് എല്ലാതും ഇതിലടങ്ങിയിരിക്കുന്നു. ചേമ്പില ഔഷധ ഗുണം ഏറെ ഉണ്ട്. ദഹനം നടക്കാനും ഉപയോഗിക്കുന്നു. തകരയില ആയുർവേദത്തിലും നേത്രരോഗങ്ങൾക്കും മലബന്ധം, ത്വക്ക് രോഗം എന്നിവയ്ക്കെല്ലാം ഉപകാരപ്പെടുന്നു. ചൈനീസ് ചികിത്സാ രീതിയിലും ഈ തകരയില ഉപയോഗിക്കുന്നു. തഴുതാമ കർക്കിടക മാസത്തിലാണ് കറി വയ്ക്കാൻ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നു. മൂത്രവർദ്ധനവിനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. പിത്തം, ഹൃദ്രോഗം എന്നിവയ്ക്കും തഴുതാമ ഉപയോഗിക്കുന്നു. കുമ്പളത്തിന്റെ ഇല രക്തശുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും പതിവായി കഴിക്കുന്നത് ശരീരകാന്തിക്കും ബുദ്ധി കൂർമ്മതയ്ക്കും നല്ലതാണ്. മണിത്തക്കാളി ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാതപിത്ത കഫ ദോഷങ്ങളാണ് അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. ശരീരത്തിലെ വാതപിത്ത കഫ ദോഷങ്ങൾ ചെറുക്കുന്ന ഒന്നാണ് മണിത്തക്കാളിയുടെ ഇല. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണിത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഇല കഴിക്കാൻ കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഏറെ ഗുണം തന്നെയാണ്. രോഗാണുക്കളിൽ നിന്നുള്ള പ്രതിരോധ ശേഷി തിരിച്ചു പിടിക്കാനും ഇതിലൂടെ സാധിക്കും. ധാതു ലവണങ്ങൾ, വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, നാരുകൾ എന്നിവയുടെ കലവറയായ ഇലക്കറികൾ ചില്ലറക്കാരല്ല. കർക്കിടകത്തിൽ 10 ഇലക്കറി കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു തരം ഇലയാണ് കിട്ടിയതെങ്കിലും നമ്മൾ അത് കഴിക്കുക. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക.